ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. സന്തോഷം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ 30ാം വിവാഹ വാർഷികമായിരുന്നു ഇന്ന്. ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ കടന്നുപോയി. ഈ രാത്രി തീരുന്നതോടുകൂടി അതങ്ങനെ മാഞ്ഞുപോകും. ഇനിയൊരു വിവാഹ വർഷം അടുത്ത വർഷത്തേക്ക് വരണം. 31. ദൈവം ആയുസ്സും ആരോഗ്യം തന്നാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാവണം, അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. പിന്നെ ഇന്ന് വിവാഹ വാർഷികമായിട്ട് ഒരമ്പലത്തിൽ പോകാനോ അല്ലെങ്കിൽ ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനോ എന്തിന് ഒരു കേക്ക് മുറിക്കാനോ ഒരു ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ഞങ്ങളുടെ വീടിൻ്റെ പണി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. പണിക്കാരെ കിട്ടാതെ കുറേ ദിവസം ഇങ്ങനെതായി. എനിക്ക് വെട്ടുകല്ലെടുത്ത് പണിയെടുക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ കാല് ആക്സിഡൻ്റ് ആയതിനു ശേഷം നല്ല പ്രശ്നമാണ്. അപ്പോൾ അത്രയും വെയിറ്റ് ഒറ്റയ്ക്ക് എടുത്ത് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരാളെ ഏർപ്പാടാക്കി, 2 പണിക്കാരെ ഏർപ്പാടാക്കിയിട്ട് ഇന്നത് തുടങ്ങിയിട്ടുണ്ട്. വീട് പണി നടക്കുന്നിടത്തേക്ക് ശൈലജയും ഞാൻ ഒരു പണി ചെയ്യുന്നുണ്ട്, ഒരു പെയിൻറ്റിങ് പണി. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടേക്ക് ഞാനും പണിക്ക് പോയി. അതുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ 30ാം വിവാഹ വാർഷികം പണിസ്ഥലത്തായി മാറി. രണ്ടാളും രണ്ടിടത്തായി. സങ്കടമുണ്ട്. കാരണം 30 വർഷം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാലയളവ് തന്നെയാണ്. ആ 30 വർഷം എന്നെ സഹിച്ച എൻ്റെ ശൈലജയും ഒപ്പം ഇരുത്തിക്കൊണ്ടൊരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. മക്കളെയൊക്കെ വിളിച്ചു വരുത്തി, മരുമകനെയും മകളെയും അതുപോലെ 2 ആൺമക്കളൊക്കെ ചേർന്ന് ചെറിയ രീതിയിലൊന്ന് അതോ ആഘോഷിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ കുറേ മുമ്പ് തന്നെ. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. ദൈവം മറ്റെന്തെങ്കിലും ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവാം. 30 കഴിഞ്ഞു. ഇനിയൊരു 35 അല്ലെങ്കിൽ ഒരു 40 എന്ന വിവാഹ വാർഷിക സമയത്തേക്കൊന്നും ഞാനുണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇവളുണ്ടായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഞാനില്ലെങ്കിൽ പോലും. അപ്പോൾ എന്താ പറയുക, അങ്ങനെ പറയാൻ പാടില്ല. എനിക്കങ്ങനെ തോന്നുകയാണ്. ഇനിയൊരു വിവാഹ വാർഷികം വലിയൊരു തുക, വലിയൊരു കാലയളവ് ഉണ്ടാവില്ല എന്നുള്ളത്. എന്തായാലും തീരുമാനിച്ചെന്തോ ആവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലത് വരട്ടെ. അപ്പോൾ ഇന്നത്തെ വിവാഹ വാർഷിക ആഘോഷം അങ്ങനെ വെള്ളത്തിൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കുഴപ്പമില്ല. വീടിൻ്റെ പണി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് പൈസയൊക്കെ പണിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് ടീച്ചർമാരൊക്കെ കൊടുത്തിട്ട് അതിങ്ങനെ നമ്മൾ പുനരാരംഭിച്ചു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ പണിയുണ്ട്. അപ്പോൾ പണിസെറ്റിൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഒക്കെ വൈകിട്ടാണ് കഴിച്ചത്. അവിടെ ചോറും മോരും പിന്നെ മുളക് കൊണ്ട ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ സങ്കടം തോന്നി അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചപ്പോൾ. ഇന്നൊരു ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം. നീ കഞ്ഞിയും അച്ചാറും അവൾ ഇവിടെ വന്നിട്ടാണ്, വീട്ടിൽ വന്നിട്ട് കഴിച്ചത്. ഞങ്ങൾ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട്. നമ്മുടെ ഉത്സവമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പേജിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കംപ്ലീറ്റ് താണുപോയി, റീച്ച് പോയി. യൂട്യൂബ് ചാനലൊക്കെ നമ്മളെ വാണിംഗ് തരാൻ തുടങ്ങി വീഡിയോസ് ഇടാത്തത് കൊണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഒരുപാട് ആളുകൾ, ഒരുപാട് സുഹൃത്തുക്കൾ, സ്നേഹിതർ, ലോകത്തുള്ള പലയിടത്തു നിന്നുള്ള മലയാളി സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട്. വലിയ സന്തോഷം. വാട്സപ്പ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, അതുപോലെ തന്നെ മെസ്സഞ്ചർ വഴി, പിന്നെ അതുപോലെ എല്ലാ തരത്തിലും നമുക്ക് ആശംസകൾ ഒരുപാട് എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷം. എല്ലാവരും ഈ ആശംസകളും അനുഗ്രഹങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. ഇനിയും നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഈ വിവാഹ വാർഷികം ഞങ്ങൾക്ക് ഭംഗിയായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഇനിയും വരുന്ന അവസരങ്ങളിലൊക്കെ നല്ല രീതിയിൽ അത് നന്നായി ചെയ്യാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു മാക്സിയെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനും പറ്റിയില്ല. കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു നല്ല സാരി വാങ്ങിക്കൊടുക്കണം വിചാരിച്ചു, അതും നടന്നില്ല. ഒരു എന്താ പറയുക, അറിയാതെ കൊണ്ടുവന്നൊരു സമ്മാനം അവളുടെ കയ്യിൽ കൊടുക്കണമെന്ന് വിചാരിച്ചു, ഒന്നും നടന്നില്ല. നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഒരു നിരാശയില്ല. കാരണം ഇന്ന് എനിക്ക് സന്തോഷം. നമ്മുടെ ടീച്ചർ പൈസ പേരൊന്നും പറയണ്ട. അപ്പോൾ നമുക്ക് വീട് പണി ചെയ്യണം. കുറച്ച് പൈസ ഇവള് ചോദിച്ചിരുന്നു. ഒരു 10,000 രൂപ ഒരാളെ ഞങ്ങളെ സഹായിച്ചു. കടമായിട്ട് തന്നെയാണ്, തിരിച്ചു കൊടുക്കണം.
അപ്പോൾ അത് വലിയൊരു സന്തോഷം. കാരണം നിന്ന് പോകുമെന്ന് വിചാരിച്ചു കൊടുത്തത് തന്നെ വീണ്ടും അത് ആരംഭിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ വിവാഹ വാർഷികത്തിൽ ഇന്ന് തന്നെ അത് തുടങ്ങാൻ പറ്റിയതിൽ വലിയ സന്തോഷം. എന്തായാലും നമ്മളെ സഹായിച്ച അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി കൂടുതൽ നീട്ടുന്നല്ല, ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു, അത് നിങ്ങൾ കേൾക്കണം. ആ പാട്ട് പാടിയിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇവിടെ വന്ന് മനസ്സിൽ തോന്നിയ കുറച്ച് വരികൾ എഴുതി, അപ്പോൾ അതൊന്ന് ഇവിടെ പാടുകയാണ്. അത്ര നന്നായിട്ടൊന്നുമില്ല, പെട്ടെന്ന് എഴുതിയതാണ്. എന്തായാലും ഞങ്ങളുടെ ഈ ജീവിതത്തിന് വേണ്ടി ഉള്ള ഒരു വരികൾ തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. അപ്പോൾ ഈ പാട്ട് പാടി തീരുന്നതോടുകൂടി ഞങ്ങൾ ഈ വീഡിയോ നിർത്തും. ഇത് കാണുന്നവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഒരുപാട് വീഡിയോ ഒന്നും ഇപ്പൊ ഞങ്ങൾ ഇടാറില്ല, സമയം കിട്ടാത്തത് കൊണ്ടാണ്. സമയമില്ല, അതാണ് സത്യം. എനിക്കും പണികളുണ്ട്. പണി മാറ്റി വരുമ്പോഴേക്ക് 8 മണി 8:30 ആവും. അവൾക്കും തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും പണിയുണ്ട്, കാരണം പിന്നെ പതിനിടയില് വീട് പണി. അപ്പോൾ ഓക്കെ, പാട്ടിലേക്ക് പോകാം. ഏതോ കാലം തന്നു നിന്നെ, ഏതോ ജീവിതം കൊരുത്തു നമ്മളിൽ, നിറമായി ജീവനിൽ പടരാൻ ജീവനെ നീയുമെൻ പാതിയായി ശ്വാസമായി. ഏതോ കാലം തന്നു നിന്നെ, നിഴലായി നീ കൂടെയുണ്ടെങ്കിലോ, കനവായി നീ എന്നിൽ നിറയുന്ന നേരങ്ങളോ, നിഴലായി നീ കൂടെയുണ്ടെങ്കിലോ, കനവായി നീ എന്നിൽ നിറയുന്ന നേരങ്ങളോ, പൊതുജീവൻ തന്നൊരാ ഓർമ്മതൻ യൗവനം പുലരുന്നതോ, ആശതൻ പകലുകളോ കിളിമകളെ, നീ ചേരുന്ന നിമിഷങ്ങളിൽ ഞാൻ ധന്യനായി നിവൃത്തിയായി. ഏതോ കാലം തന്നു നിന്നെ, ഇനി എത്ര ജീവിതം ഉണ്ടെന്നതറിയാതെ, ഇനി എത്ര ജന്മങ്ങൾ കൂട്ടിനുണ്ടെന്നറിയാതെ, ഇനി എത്ര ജീവിതം ഉണ്ടെന്നതറിയാതെ, ഇനി എത്ര ജന്മങ്ങൾ കൂട്ടിനുണ്ടെന്നറിയാതെ, പാതിയിൽ പൂക്കളും മുള്ളുകളിലും നടന്നു ഈ ദൂരം സഖിയേ, നീ ഇന്നുമെന്നിലെ ജീവനായി പടരേ, പാതി നീ പിരിയാതെ ഇരുന്നിടണം. ഏതോ കാലം തന്നു നിന്നെ, ഏതോ ജീവിതം കൊരുത്തു നമ്മളിൽ, നിറമായി ജീവനിൽ പടരാൻ ജീവനെ നീയുമെൻ പാതിയായി ശ്വാസമായി. എന്തായാലും ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവും എന്ന ഉറപ്പോടെ സ്നേഹം. ബൈ. താങ്ക് യു. ആളുടെ കണ്ണ് നിറഞ്ഞു. താങ്ക് യു. ബൈ. എല്ലാവർക്കും നന്ദി.